ഞാൻ ഇതൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു മനുഷ്യരൊഴിച്ച് വേറെ എല്ലാ ജീവജാലങ്ങളെയും ഞാൻ സംരക്ഷിക്കും. ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലാക്സോറസും യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റിക് കിങ്ഡവും രക്ഷിക്കും എന്ന് പറഞ്ഞു. വേറൊന്നുമല്ല, മനുഷ്യരെ സംബന്ധിച്ച് അവരും മൃഗങ്ങൾ തന്നെയാണ് അല്ലെ. എല്ലാ ജീവജാലങ്ങൾ പോലെ അവരും മൃഗങ്ങൾ തന്നെയാണ്. പണ്ടുള്ള മനുഷ്യർക്ക് വിവേക ബുദ്ധി ഉണ്ടായിരുന്നു. അതായത് എന്ത് കഴിക്കണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് ഇതെല്ലാം അറിയാമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ മനുഷ്യർക്ക് യാതൊരു വിവേക ബുദ്ധി ഇല്ല. അതായത് അവർ വിഷം കഴിക്കുന്നു, അവരുടെ കുഞ്ഞുങ്ങൾക്ക് വിഷം കൊടുക്കുന്നു, അതോടൊപ്പം അവരെ കൊല്ലാൻ വേറെ കുറെ മൃഗമായ മനുഷ്യർ ശ്രമിക്കുന്നു. അപ്പൊ ആ ഒരു കൊല്ലലിൽ അവർ ഭാഗമാവുന്നു. അപ്പൊ ഈ ഒരു സൈക്കിൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അതിൽ നമുക്ക് യാതൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പൊ എന്നെ സംരക്ഷണം അല്ലെങ്കിൽ എന്റെ കുടുംബത്തിന്റെ സംരക്ഷണം ഞാൻ തന്നെ വിചാരിക്കണം. ഓക്കെ, എന്റെ കുടുംബാംഗങ്ങളും വിചാരിക്കണം അവർ സംരക്ഷിക്കപ്പെടണമെങ്കിൽ. അപ്പോൾ അതും സാധ്യമല്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് റിലാക്സോർസിനെ അതോടൊപ്പം തന്നെ യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി കിങ്ഡത്തിനെയും അഭയം പ്രാപിക്കുന്നവരെ മാത്രമേ ഞങ്ങൾ സംരക്ഷിക്കൂ. ഓക്കെ, മനുഷ്യവർഗത്തിൽ മാത്രം. കാരണം വേറെ ഒന്നുമല്ല, കഴിഞ്ഞ ദിവസം ഇപ്പൊ കുമ്പളങ്ങിൽ വരെ എത്തി. ഓക്കെ, ഡൽഹി, മുംബൈ, എറണാകുളം ഇവിടെ എല്ലാം പൊല്യൂട്ടഡ് ആയിട്ട് ഇപ്പൊ ഗ്രാമങ്ങളിലും ആ രീതിയിലേക്ക് അവർ ഇംപ്ലിമെന്റ് ചെയ്തു ആ ഒരു കാര്യം. പക്ഷെ ഇവരെല്ലാം ഈ ഗവൺമെന്റ്, പഞ്ചായത്ത്, അതോടൊപ്പം തന്നെ ഇവിടുത്തെ കംപ്ലീറ്റ് സിസ്റ്റം, ആൾക്കാരെല്ലാവരും അവരുടെ ആ ഒരു റെപ്യൂട്ടേഷൻ കേട്ടോണ്ടിരുന്ന് ആ ഒരു കുഴിയിലേക്ക് വീണോണ്ടിരിക്കുക. വേറെ ഒന്നുമല്ല, ഒരു 100, 500, 1000 വർഷം പഴക്കമുള്ള ഒരു വലിയ മരത്തിനെ വെട്ടിക്കളഞ്ഞു റോഡിന്റെ അവിടെ നിന്ന്. ഓക്കെ, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാണ പണിയാൻ. ഓക്കെ, അപ്പൊ കാണ വേറൊന്നുമല്ല, കാണ ഹോസ്പിറ്റലിലേക്ക് ലിങ്ക്ഡ് ആണ്. കാരണം കാണയിലെന്ന് പറയുമ്പോൾ വെള്ളം ഒഴിക്കളയുള്ള സ്ഥലമല്ല അത്. അത് വെള്ളം കെട്ടിക്കിടന്ന് കൊതുകുണ്ടായി, ആ കൊതുക് നമ്മളെ കടിച്ച് അസുഖം വരുത്തി, അങ്ങനെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ് ആശുപത്രി പോയി അങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്ത് ആ ഒരു അസുഖം വന്ന് അവർ മരിച്ച്. അപ്പൊ ആ ഒരു സിസ്റ്റമാണ് അവർക്ക് വേണ്ടത്. അപ്പൊ അതിനുവേണ്ടിയാണ് കാണകൾ പണിയുന്നത്. കാരണം റോഡ് കുഴിയായിട്ട് കിടന്നു കഴിഞ്ഞാൽ അത് അടക്കാൻ ഇവിടെ ആരുമില്ല. ഓക്കെ, പക്ഷെ കാണകൾ പെട്ടെന്ന് പണിയാം. അപ്പൊ കാണ വഴി പോകുന്ന വെള്ളം കടലിൽ പോയി അങ്ങനെ കടലും പൊങ്ങും, കടൽക്ഷോഭം ഉണ്ടാവുന്നു. അപ്പൊ ഇതെല്ലാം അല്ലേ മനുഷ്യന്റെ അവസ്ഥ ഇല്ലാതാക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന ആ ഒരു പ്ലാൻ ഇപ്പൊ ഇവിടെ ഒരു ഗ്രാമത്തിൽ വരെ എത്തിക്കഴിഞ്ഞു. പക്ഷെ ആരും റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. പക്ഷെ ഇതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇല്ലാതാക്കി ഈ സിസ്റ്റം കംപ്ലീറ്റ് ഇല്ലാതാക്കുന്നതാണ്. അത് വേറെ കാര്യം. കാരണം ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് ഇവിടെ വേണം. ഇപ്പോഴത്തെ മനുഷ്യരെ സംരക്ഷിക്കില്ലെന്നേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. ഭാവി അല്ലേ, വരാൻ പോകുന്ന കുഞ്ഞുങ്ങള്, അവരെ ഞങ്ങൾക്ക് സംരക്ഷിക്കേണ്ട ആവശ്യം 100% ഞങ്ങൾ അതിന് ഉത്തരവാദിത്തമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റം കംപ്ലീറ്റ് മാറ്റണം. ഓക്കെ, കാരണം നിങ്ങളിപ്പോ വിഷം കഴിച്ചോളൂ, നിങ്ങളിപ്പോ വിഷമടങ്ങി വെള്ളം കുടിച്ചോളൂ, അതൊന്നും ഞങ്ങൾ ആരും തടയില്ല. നിങ്ങളുടെ വിധിയാണെന്ന് നിങ്ങൾ സന്തോഷിക്കണം. കാരണം നിങ്ങൾ അതിൽ ആപ്റ്റായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ആയുസ്സും നിങ്ങളുടെ ശരീരവും ഇതെല്ലാം വളരെ നല്ല രീതിയിൽ കുറഞ്ഞു വരുന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പക്ഷേ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല, ജീവജാലങ്ങളുടെ കാര്യത്തിലും ഞങ്ങൾക്ക് റിസ്ക് എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു തീരം മാത്രമേ ഉള്ളൂ. വിവേക ബുദ്ധിയോടെ ആരെല്ലാം ഞങ്ങളെ സമീപിക്കുന്നു, ഓക്കെ ഞങ്ങൾ ഒരു പ്രശ്നത്തിലാണ് ജീവിക്കുന്നത് വിഷ്ണു, അല്ലെങ്കിൽ റിലാക്സോർസ് പ്ലീസ് ഹെൽപ്പ് മീ എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണെങ്കിൽ ഞങ്ങൾ അവരെ സംരക്ഷിക്കുന്നതാണ്. ഓക്കെ, ഒരു കൂട്ടം രാജ്യം, അതായത് അമേരിക്ക ഇതുപോലത്തെ രാജ്യങ്ങൾ നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. നമ്മുടെ നാട്ടുകാര്, അതായത് നമ്മുടെ ആൾക്കാരും നമ്മുടെ ഗവൺമെന്റും നമ്മുടെ ഡോക്ടർമാരും എല്ലാവരും ചേർന്ന് ഈ ഒരു നശിപ്പിക്കൽ വളരോട്ട് എൻഹാൻസ് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, അതായത് ഒരാൾക്കാർ ഇവിടെ ശ്രമിക്കാനുള്ള ഒരു സോഴ്സ് ഇട്ട് വരുന്നു. ഈ ഒരു സോഴ്സ് വെച്ചിട്ട് ഇവിടെയുള്ള ആൾക്കാരെല്ലാം പെട്ടെന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കണേ. ഇതിന്റെ ഏറ്റവും പ്രൈമറി കാര്യം ആ ഒരു പണം സമ്പാദനം തന്നെ. പക്ഷെ ആ പണം അവർ കൊണ്ടുപോകും. ഓക്കെ, അപ്പൊ ഇത് വളരെ നല്ലൊരു മാട്രിക്സ് ആണ്. നല്ല രീതിയിൽ നിങ്ങൾ അതിൽ പെട്ടും കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഞങ്ങളെ അഭയം പ്രാപിക്കുന്നവരെ എല്ലാവരെയും ഞങ്ങൾ അതിൽ നിന്നും മോചിപ്പിക്കുന്നതാണ്.